നമസ്കാരം. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ടീം UDF വി ഡി സതീശൻ്റെ ടീം നാളെ കേരളത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയാണ്. ഒട്ടനവധി പ്രതിസന്ധികൾ തരണം ചെയ്താണ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയായത്. വി ഡി സതീശനൊപ്പം സത്യപ്രതിജ്ഞ ചെയ്യുന്ന 21 മന്ത്രിമാരുടെ പേരുകളും അവരുടെ വകുപ്പുകൾ വരെ തീരുമാനിച്ച സമയം എല്ലാവരും വലിയ ഹാപ്പിയാണ്, എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു. പക്ഷേ എല്ലാവരും മറന്നുപോയ, അല്ലെങ്കിൽ തുടക്കത്തിൽ UDF അധികാരം പിടിക്കുമെന്ന അവസ്ഥ എത്തിയപ്പോൾ തന്നെ ആദ്യം മന്ത്രിപദത്തിൽ എത്തുമെന്ന് കരുതിയിരുന്ന ഒരു വ്യക്തി പക്ഷേ ഇന്ന് ഒരു ചർച്ചകളിലും അദ്ദേഹത്തിൻ്റെ പേര് വരുന്നതായി കാണാൻ സാധിക്കുന്നില്ല. വിൻസെന്റിനെ കുറിച്ചാണ്. 3 തവണ MLA ആയ വ്യക്തി, മന്ത്രിയാകുമെന്ന് ഏറെ പ്രതീക്ഷിച്ച വ്യക്തി. പക്ഷേ UDF എന്താണെന്നറിയില്ല, മന്ത്രിമാരെ നിശ്ചയിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ പേര് പറയാൻ വിട്ടുപോയിരിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തെ മന്ത്രിയായി പരിഗണിക്കാൻ വിട്ടുപോയിരിക്കുന്നു. ആരും കെട്ടിയിറക്കി വിട്ട ആളല്ല വിൻസെൻ്റ്. 2016 ആദ്യമായി മത്സരിച്ച് ജയിക്കുമ്പോൾ നിലവിലെ MLA ആയിരുന്ന ജമീല പ്രകാശത്തെ തോൽപ്പിച്ചുകൊണ്ടാണ് MLA ആവുന്നത്. അന്ന് അദ്ദേഹം 2615 വോട്ടുകൾക്കാണ് ജയിച്ചു വന്നത്. 2021 അദ്ദേഹം നീല ലോഹിതദാസ് നടാരെ പരാജയപ്പെടുത്തി. അപ്പോൾ അദ്ദേഹം ഏകദേശം 11,000-ഓളം വോട്ടിനാണ് ജയിച്ചത്. 11,562 വോട്ടിനാണ് ജയിച്ചു വന്നത്. 2021 തെരഞ്ഞെടുപ്പ് നമുക്കൊരിക്കലും മറക്കാനാവില്ല. 2021 ഇടതുപക്ഷത്തിൻ്റെ തേരോട്ടം നടന്ന സമയം തിരുവനന്തപുരം ജില്ലയിലെ 14 നിയോജക മണ്ഡലങ്ങളിൽ 13 LDF ജയിച്ചു. UDF ആകെ നിലനിർത്തിയ ഒരേ ഒരു മണ്ഡലം അത് കോവളമായിരുന്നു. അന്ന് ജയിച്ച UDFൻ്റെ ഒരേ ഒരു MLA വിൻസെൻ്റ് ആയിരുന്നു എന്നത് UDFകാർ മറന്നു പോകരുത്, കോൺഗ്രസ്സുകാർ മറന്നു പോകരുത്. 2026 അദ്ദേഹം 32,709 വോട്ടുകൾക്കാണ് ജയിച്ചത്. മനസ്സിലാക്കുക, 2016 മുതൽ 2026 വരെയുള്ള 10 വർഷങ്ങളിൽ തിരഞ്ഞെടുത്ത അദ്ദേഹം 3 തിരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം ഇരട്ടിയാക്കുന്ന കാഴ്ചയാണ് നാം കാണാൻ സാധിച്ചത്. ഇവിടെ മുഖ്യമന്ത്രി തർക്കമുണ്ടായിരുന്നു. ആ 3 പേരിൽ ആര്, വി ഡി സതീശനാണോ, KC വേണുഗോപാലാണോ, രമേശ് ചെന്നിത്തലയാണോ, ആര് മുഖ്യമന്ത്രിയാവോ എന്നതിനെക്കുറിച്ചുള്ള തർക്കങ്ങൾ നടന്നപ്പോൾ വിൻസെൻ്റ് ആരുടെയും പക്ഷം പിടിച്ചില്ല, ആരുടെയും പെട്ടി പിടിക്കാനായി പോയില്ല, ഒരു ഗ്രൂപ്പിൻ്റെയും വക്താവായി മാറാൻ ആഗ്രഹിച്ചില്ല. അതാണോ വിൻസെൻറ്റിന് നിങ്ങൾ കണ്ടിരിക്കുന്ന കുറവ്? ഗ്രൂപ്പ് ഏമാന്മാർ തീരുമാനിക്കുന്നതിനനുസരിച്ചിട്ടാണോ കാര്യങ്ങൾ നാടിൻ്റെ മന്ത്രിമാരുടെ ഒരു സ്വാധീനം, അല്ലെങ്കിൽ മന്ത്രിമാരെ നിശ്ചയിക്കുന്നത്? അങ്ങനെയാണോ എങ്കിൽ നിങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ ഒട്ടനവധി പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടതായി വരും. അതൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. കാരണം വിൻസെൻ്റ് ആ തീരദേശ മേഖലയിൽ അത്രയധികം സ്വാധീനമുള്ള ഒരു നേതാവാണ്. തീരദേശ മേഖലയിൽ നല്ല സ്വാധീനം വിൻസെൻറ്റിന്. ജയിച്ചു കയറിയാൽ മന്ത്രിയാകുമെന്ന് 3-ാം വട്ടവും ജയിച്ചു വരുന്ന വിൻസെൻറ്റിന് മന്ത്രിസ്ഥാനത്തിൽ കവിഞ്ഞതൊന്നും നിങ്ങൾ പരിഗണനയിൽ ഉണ്ടാകുമെന്ന് വരെ ജനങ്ങൾ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ 32,000 വോട്ട് നേടി ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വന്നപ്പോഴും വിജയിച്ച മറ്റുള്ളവരുടെ പട്ടികയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി വിൻസെൻറ്റിനെ അവഗണിച്ചുകൊണ്ട് നിങ്ങൾ മന്ത്രിസഭയിൽ പുതിയ ആളുകളെ പ്രതിഷ്ഠിക്കുമ്പോൾ ജനങ്ങളിൽ ഒരു താല്പര്യക്കുറവ് അല്ലെങ്കിൽ ഒരു മനംമടുപ്പ് ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. വിൻസെൻ്റ് ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന, അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന കുറേ ആളുകൾ, അദ്ദേഹം മന്ത്രിയായി കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ജനത കോവളം മണ്ഡലത്തിനകത്തുണ്ട്. അത് മനസ്സിലാക്കാതെ പോകരുത്. എല്ലാവരും ചെയ്തത് ആവർത്തിക്കാനല്ല, നല്ല ജനങ്ങൾക്കിഷ്ടമുള്ള നേതാക്കന്മാരെ മന്ത്രിസ്ഥാനങ്ങളിൽ എത്തിക്കാൻ UDF ശ്രമിക്കേണ്ടതായിരുന്നു. വിൻസെൻറ്റിനെ പരിഗണിക്കണം എന്ന് ആണ് പറയാനുള്ളത്. പരിഗണിക്കണമായിരുന്നു എന്ന് ഒരിക്കൽ കൂടി സൂചിപ്പിക്കുന്നു.